കരുതുന്നുണ്ടോ? ഞാൻ അപ്പോഴും ഇപ്പോഴും ധരിക്കുന്ന അങ്ങനെ പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞത് എന്താ വന്നത്, അല്ല ഞങ്ങളിവിടെ പിന്നെ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. അതേപോലെ രാഷ്ട്രീയ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല, ഞാൻ പോകാൻ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ താങ്ക്സ് പറഞ്ഞു. നിങ്ങളെ എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. എന്നോടൊപ്പം തന്നെ ഇറങ്ങി അദ്ദേഹം. ഞാൻ പറഞ്ഞു രണ്ടോ രാഷ്ട്രീയ ബോധ്യമാണല്ലോ പല കാര്യങ്ങളിലും. അല്ല ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ്. അതുവഴി പോകുമ്പോൾ എന്നെ പരിചയപ്പെടാനും ഞാനൊരു പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ ഞാനതിനത് അവിശ്വസിക്കേണ്ട കാര്യം? എന്നോട് പറഞ്ഞ കാര്യങ്ങളെ എനിക്കുള്ളൂ. എനിക്കതേ താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചേ, അതായത് പിന്നെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചു. അല്ല, അത് പറയുന്നവർ പരിശോധിക്കാന്നല്ല. എൻ്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു, കണ്ടു, പരിചയപ്പെട്ട് എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടത് പരിചയപ്പെടാൻ വന്നതാണ്. എങ്ങനെയുണ്ട് രാഷ്ട്രീയം? ഞാൻ പറഞ്ഞ രാഷ്ട്രീയമൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. തീർന്നു. ഈ പ്രകാശ് ജാവ്ദേക്കറാണ് ചേരായിട്ട് ഈ പത്മജയൊക്കെ കൊണ്ടുപോയത്. അങ്ങനെ വഴിയെ പോകുന്നൊരു നേതാവായിട്ട് അങ്ങനെ കരുതാൻ പറ്റുമോ? ജാവേദ്കറാണ് ഈ പത്മജ വേണുവിനെ. അല്ല, എനിക്കത് ഞാൻ എൻ്റെ കാര്യമില്ലേ എനിക്ക് പറയാൻ പറ്റൂ. ജാവേദ്കറുടെ കാര്യം പറയാൻ ഞാനാരാ? ഞാൻ എൻ്റെ കാര്യം പറയുന്നു. എനിക്ക് പിന്നെ ഒരു കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല. ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് അങ്ങ് പറയും, തുറന്ന് പറയും. പിന്നെ അവസരവാദികളും സ്വന്തം താല്പര്യക്കാരും കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളുക, നിങ്ങൾ നോക്കിക്കൊള്ളുക.